ഹലോ, മെറി ക്രിസ്മസ് ടു ഓൾ ഓഫ് യു. ഇന്നൊരു ക്രിസ്മസ് ഡേ ആണ്. അപ്പോൾ എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ ക്രിസ്മസ് ആശംസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മട്ടൺ ലിവർ ഫ്രൈ ആണ്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. സിമ്പിളാണ്, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. പെട്ടെന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇന്നത്തെ ക്രിസ്മസ് ലഞ്ചിനും ഡിന്നറിനും ഒക്കെ പറ്റിയ റെസിപ്പിയാണ്. പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ലിവറൊക്കെ കഴിക്കുമ്പോൾ, ലിവർ വരട്ടിയതോ ലിവറൊക്കെ കഴിക്കുമ്പോൾ ഇഷ്ടമില്ലാത്തൊരു ടേസ്റ്റ് തോന്നാറില്ലേ ലിവറിന്. അപ്പോൾ ഈ റെസിപ്പിയിൽ ഐ പ്രോമിസ് യു ദാറ്റ് ആ ടേസ്റ്റ് ഉണ്ടാവത്തില്ല. കറക്റ്റ് ഞാൻ പറയുന്ന സ്റ്റെപ്സ് ഫോളോ ചെയ്ത് ഉണ്ടാക്കുകയാണെങ്കിൽ യു ആർ ഗോയിങ് ടു ലവ് ദിസ് റെസിപ്പി. സോ ലെറ്റ് സ്റ്റാർട്ട് ദ റെസിപ്പി. നമ്മുടെ മട്ടൺ ലിവർ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ 250 ഗ്രാംസ് മട്ടൺ ലിവറാണ് എടുത്തിട്ടുള്ളത്. ഇത് കഴുകി വൃത്തിയാക്കി ഇതിൽ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ സോൾട്ടും 1/2 ടീസ്പൂൺ ചില്ലി പൗഡറും കൂടി ചേർത്ത് നല്ലോണം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ലിവറാണിത്. അറിയാൻ വിട്ടുപോയി, ഇതിനകത്തൊരു 1/2 ലെമണും കൂടെ ചേർക്കണം കേട്ടോ. 1/2 ലെമണിൻ്റെ ജ്യൂസും കൂടെ ചേർക്കണം. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ ലിവർ വളരെ തിന്നായിട്ട്, എത്രയും തിന്നായിട്ട് നിങ്ങൾക്ക് സ്ലൈസ് ചെയ്യാൻ പറ്റുന്നോ അത് ബെറ്റർ ആണ് കേട്ടോ. ഈ മട്ടൺ ലിവർ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു 2 പിടി കുഞ്ഞുള്ളി വേണം. അത് പൊളിച്ച് അത് കഴുകി വൃത്തിയാക്കിയതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി കുഞ്ഞുള്ളി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേണ്ടത് നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്ത തേങ്ങാക്കൊത്ത്. ഇത് വളരെ തിന്നായിട്ട് സ്ലൈസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇത് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക ഗൈസ്, യു ആർ ഗോയിങ് ടു ലവ് ദിസ്. ഓക്കെ, ഈ തേങ്ങാക്കൊത്ത് ഫ്രൈനകത്ത് നിന്ന് എടുത്ത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീരെ ഇഷ്ടമില്ലാത്തവർക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ കൊത്തിയരിയുമ്പ വരത്തക്ക രീതിയിൽ വെളുത്തുള്ളി, ഗാർലിക്, ആൻഡ് 2 ടേബിൾ സ്പൂൺ വരത്തക്ക രീതിയിൽ ജിഞ്ചർ ഓൾസോ. അപ്പോൾ അത്രയും സാധനങ്ങൾ എടുത്തു വെച്ചു. ഇനി നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. ഞാനിവിടെ ഒരു 10 കാന്താരി മുളകാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ കാന്താരി മുളക് അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ ഒരു 4 or 5 പച്ചമുളക് എടുക്കാം, ഡിപ്പെൻഡിങ് ഓൺ അതിൻ്റെ എരിവ് അനുസരിച്ചിട്ട്. പിന്നെ ഒരു 2 കതിർപ്പ് എന്നല്ലേ പറയാ, 2 തണ്ട് കറി ലീവ്സ് വേണം കേട്ടോ. നമ്മുടെ ഇവിടെ തണ്ടെന്നാണ് പറയുന്നതെന്ന് തോന്നുന്നു. ഓക്കെ, എനിവേസ് കറിവേപ്പിലയും കൂടെ വേണം. ഇനിയിപ്പോൾ നമ്മൾ ഈ മട്ടൺ ലിവർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. ഇതിനായിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ ഒഴിക്കണം. ഒരു 1/2 കപ്പ് വെളിച്ചെണ്ണയാണ് നമുക്ക് ഇതിനായിട്ട് വേണ്ടത്. ഈ എൻറ്റയർ റെസിപ്പി നമ്മൾ 1/2 കപ്പ് വെളിച്ചെണ്ണയിലാണ് കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ വേറെ പാത്രത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഒരൊറ്റ പാത്രത്തിലാണ് നമ്മൾ എൻറ്റയർ കുക്കിംഗ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് മട്ടൻ്റെ ലിവർ കുറേശ്ശേയിട്ട് നമ്മൾ നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഒരു 4 to 5 minutes എടുക്കും ഇത് നല്ലോണം ഒന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട്. മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് ഫ്രൈ ചെയ്യേണ്ടത്. അങ്ങനെ എല്ലാ മട്ടൻ്റെ ലിവറും നമ്മൾ ആദ്യം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ മട്ടൻ ലിവർ എല്ലാം നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കോരി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഈ മാറ്റി കഴിഞ്ഞ ശേഷം അതേ പാത്രത്തിൽ തന്നെ നമ്മൾ തേങ്ങാക്കൊത്ത് എടുത്ത് വെച്ചിരുന്നില്ലേ, ആ തേങ്ങാക്കൊത്തും കൂടി ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. തേങ്ങാക്കൊത്ത് എന്ന് പറയുന്നത് ഫ്രൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെയാണ്. തേങ്ങാക്കൊത്ത് ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. തേങ്ങാക്കൊത്താവുമ്പോൾ പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സ്ലൈറ്റ്ലി ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ കോരിയെടുക്കുക കേട്ടോ. അങ്ങനെ മട്ടൻ്റെ ലിവറും തേങ്ങാക്കൊത്തും ഫ്രൈ ചെയ്ത് നമ്മൾ മാറ്റി വെച്ചു. ഇനി ഈ ചൂടായ എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർക്കുക. പെരിഞ്ജീരകം എന്ന് പറഞ്ഞാൽ ഫെനൽ സീഡ്സ്. അത് ചേർത്ത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആകണം. ഫ്രൈ ആകുമ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ച കറിവേപ്പില ഇടണം. ഇനിയിപ്പോൾ ഈ കറിവേപ്പില ഒന്ന് ഫ്രൈ ആയി വരട്ടെ. ഇനി ഈ ഫ്രൈ ആയ കറിവേപ്പിലക്കകത്തേക്ക് നമ്മൾ നമ്മുടെ കുഞ്ഞുള്ളി ഇടണം കേട്ടോ. നമ്മൾ കുഞ്ഞുള്ളി എടുത്ത് വെച്ചത് അരിഞ്ഞിട്ട് ഒന്ന് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ലിവർ ഫ്രൈക്ക് നല്ലോണം ടേസ്റ്റ് കിട്ടണമെങ്കിലുണ്ടല്ലോ ഈ കുഞ്ഞുള്ളി നല്ലോണം കിടന്ന് ഫ്രൈ ആയി വരണം. അതായത് കുറച്ച് സമയം എടുത്ത് അത് ചെയ്യണം. ഇതിപ്പോൾ നമ്മൾ കുറച്ചല്ലേ ഉണ്ടാക്കുന്നുള്ളൂ, ഒരു 250 ഗ്രാംസ് ലിവറേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ഒരു 2 പിടി കുഞ്ഞുള്ളിയേ ഉള്ളൂ. അപ്പോൾ അത് നല്ലോണം ഒന്ന് ഫ്രൈ ആവണം. മീഡിയം ഫ്ലെയിമിലിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നല്ലോണം ഒന്ന് വഴണ്ട് വരണം. ആ നല്ലോണം വഴണ്ട് വന്നാലേ നമ്മുടെ ലിവർ ഫ്രൈന് നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ഓസം ടേസ്റ്റ് ഇല്ലേ അത് വരത്തുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ എടുത്തു വെച്ച വെളുത്തുള്ളി ഇഞ്ചിയില്ലേ, അത് ഇതുപോലെയുള്ളൊരു ഇടിക്കുന്ന ഒരു സാധനത്തിലേക്കിട്ട്, ഇതിൻ്റെ പേരെന്താണ്, ഇടിയെന്നോ എന്താണ് പേര് എനിക്കറിയില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ താഴെ. അപ്പോൾ ഇതിനകത്തേക്ക് ഇട്ട് ചതച്ചെടുക്കണം. നമ്മുടെ നല്ലോണം ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചതച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളി നമ്മുടെ വഴണ്ടുകൊണ്ടിരിക്കുന്ന ആ കുഞ്ഞുള്ളിക്കകത്തേക്ക് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത് വീണ്ടും ഇളക്കി നല്ലോണം വഴറ്റിയെടുക്കുക. ഇനി നമ്മൾ എടുത്തു വെച്ച പച്ചമുളകില്ലേ, ഞാൻ കാന്താരി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പച്ചമുളകും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട്, അരിയാന്ന് പറഞ്ഞാൽ അങ്ങനെ ചെറുതായിട്ടൊന്നും അരിയണ്ട, വലിയ വലിയ പീസായിട്ട് അരിഞ്ഞിട്ടാൽ മതി. അതും കൂടെ ഇട്ട് വീണ്ടും ഇളക്കുക. അപ്പോൾ ഇളക്കി നല്ലോണം നല്ല വഴലുന്ന പരുവാകണം. ഇത് വഴണ്ട് വരുമ്പോൾ
കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് അറിയാമോ? ഞാൻ കാണിച്ചു തരാം. ദാ ഇതുപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറിലിരിക്കും. നിങ്ങൾ മീഡിയം ഫ്ലെയിമിലാണ് ഇത് വഴറ്റിയെടുക്കുന്നതെങ്കിലും മിനിമം ഒരു 20 to 30 മിനിറ്റ്സ് എടുക്കും കേട്ടോ ഈ ഒരു പരുവെത്താൻ. അപ്പോൾ അത്രയും ആ ഒരു പേഷ്യൻസോട് കൂടി ഇത് വഴറ്റിയെടുക്കുമ്പോഴാണ് ഈ മട്ടൺ ലിവറിന് ടേസ്റ്റ് വരുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരുപാട് മസാലപ്പൊടികളുടെ ഒന്നും ആവശ്യമില്ല. നമ്മൾ സാധാരണ നമ്മുടെ കയ്യിലുള്ള മസാലപ്പൊടികൾ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. മഞ്ഞൾപ്പൊടി ഇട്ട ശേഷം ഇനി നമുക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ. ഈ പെപ്പർ പൗഡർ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് ഈ മട്ടൺ ലിവർ ഫ്രൈന് ഏറ്റവും നല്ല ഒരു ടേസ്റ്റ് തരുന്ന ഒരു സാധനം. പിന്നെ നമ്മൾ ഇതാ കുറച്ച് ഉപ്പും കൂടി ഇട്ടു. ഞാനിട്ടത് ഒരു 1/2 ടീസ്പൂൺ ആണ്. എന്നിട്ട് നല്ലോണം ഇളക്കിയെടുക്കുക. ഒരു 2 മിനിറ്റ്സ് ഈ മസാലയൊക്കെ ഒന്ന് ഫ്രൈ ആവട്ടെ. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മട്ടൻ്റെ ലിവറും തേങ്ങാക്കൊത്തും ഉണ്ടല്ലോ, അത് രണ്ടും ഇതിലേക്ക് ചേർത്ത് നല്ലോണം ഇളക്കിയെടുക്കണം. മസാല മട്ടൺ ലിവറിൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കത്തക്ക രീതിയിൽ നല്ലോണം ഒരു 2-3 മിനിറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് ഇളക്കണം കേട്ടോ. ഇനിയിപ്പം ഈ മട്ടൺ ലിവർ ഫ്രൈ ഇല്ലേ, ചില ആൾക്കാർക്ക് നല്ല ക്രിസ്പി ആയിട്ട് കുറച്ച് ഹാർഡായിട്ട് ഇരിക്കുന്നതാണ് ഇഷ്ടം. 5 മിനിറ്റ്സും കൂടി എല്ലാ ഭാഗത്തും മട്ടൺ ലിവറിൻ്റെ എല്ലാ ഭാഗത്തും മസാല ഒന്ന് എത്തത്തക്ക രീതിയിൽ ഇളക്കിയിട്ട് അങ്ങനെ ഫ്രൈ പോലെ വേണമെന്നുള്ളവർ ഇതാണ് കറക്റ്റ് പരുവം. ഒരു ഡ്രൈ ഫ്രൈ പരുവത്തിൽ നമുക്ക് ഒരു 5 മിനിറ്റും കൂടി ഇളക്കി കഴിയുമ്പോൾ ഇത് കിട്ടും. അപ്പോൾ ഇതൊരു സ്റ്റാർട്ടറായിട്ടൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മട്ടൺ ഡ്രൈ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതല്ല കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് വേണം, വല്ല ചോറിൻ്റെ അല്ലെങ്കിൽ കപ്പയുടെ ഒക്കെ കൂടെ കഴിക്കണമെന്നുള്ളവർക്കാണെങ്കിൽ കുറച്ചും കൂടി ഒരു സോഫ്റ്റ് ടെക്സ്ചർ വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് തിക്ക് കോക്കനട്ട് മിൽക്ക് എടുക്കുക. എന്നിട്ട് ഈ കോക്കനട്ട് മിൽക്ക് ഈ നമ്മുടെ മട്ടൺ ഉണ്ടാക്കിയില്ലേ അതിനകത്തേക്ക് ആഡ് ചെയ്ത് വറ്റിച്ചെടുക്കണം. ശ്രദ്ധിക്കുക, കോക്കനട്ട് മിൽക്ക് ഒരുപാട് വാട്ടറി ആയി പോകരുത്. ആ തിക്ക് കോക്കനട്ട് മിൽക്ക് തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ 1 കപ്പ് കോക്കനട്ട് മിൽക്ക് ആയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇറ്റ് ടേക്സ് ലോങ്ങർ ടു ഗെറ്റ് ഡ്രൈ. അതുകൊണ്ടാണ് ഒരുപാട് സമയം എടുക്കും നമ്മളത് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1/2 കപ്പ് ആണെങ്കിൽ കറക്റ്റാണ്. അത് പെട്ടെന്ന് തന്നെ, അതുപോലെ അയണിൻ്റെ ചട്ടിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഡ്രൈ ആയി കിട്ടും. ഇത് നല്ലോണം ഒന്ന് ഇളക്കി ആ കോക്കനട്ട് മിൽക്ക് കംപ്ലീറ്റ് ഇതിൽ അബ്സോർബ് ആകുന്ന വരെ നമ്മൾ ഇളക്കി ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ അതാണ് അതിൻ്റെ പരുവം. അപ്പോൾ അതാ നോക്ക് എന്ത് രസമല്ലേ കാണാൻ. ഇനിയിപ്പോൾ എൻ്റെ കിച്ചണിൽ മൊത്തം നല്ലൊരു മണം വന്നു കേട്ടോ. മസാലേൻ്റെ ഒക്കെ ആ ഒരു മണമില്ലേ, അതെൻ്റെ കിച്ചണിൽ മൊത്തം നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. ഈ മട്ടൺ ലിവർ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടെന്ന് മാത്രമല്ല കേട്ടോ, ലിവറിനകത്ത് ഒരുപാട് നല്ല ന്യൂട്രിയൻസ് ഒക്കെ ഉണ്ട്. അയൺ, വൈറ്റമിൻ എ, അങ്ങനെ ഒരുപാട് നല്ല ന്യൂട്രിയൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിവിടെ കപ്പയുടെ ഒപ്പമാണ് ഇത് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കപ്പയുടെ റെസിപ്പി നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഈ റെസിപ്പി എങ്ങനെ വന്നെന്ന് കമന്റ് ബോക്സിൽ എന്നെ അറിയിക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഐ വിൽ സീ യു ഇൻ അനദർ വീഡിയോ. ബൈ.